കഴിഞ്ഞ സർക്കാർ, പിണറായി സർക്കാർ ഒന്നിനും കൊള്ളാത്ത സർക്കാരായിരുന്നു, അല്ലെങ്കിൽ കഴിവില്ലാത്തവരായിരുന്നു 10 വർഷം ഇവിടെ ഭരിച്ചിരുന്നത് എന്നതിന്റെ 2 തെളിവുകളാണ് ഈ വീഡിയോയിൽ ഞാൻ വെക്കുന്നത്. രണ്ടും പുറത്തുനിന്നുള്ള കാര്യമല്ല. അവർക്ക് കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ പോലും സംസാരിക്കാനുള്ള ഒരു ശേഷിയില്ലാത്തതുപോലെ, അല്ലെങ്കിൽ എന്താണ് താൻ പറയുന്നത്, എവിടെയാണ് താൻ പറയുന്നത്, എന്താണ് തങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാതെ കേരളത്തിന്റെ കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയും കഴിഞ്ഞ 5 വർഷം ഇവിടെ ഭരിച്ചിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയൊക്കെ സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി റിയാസ് ഒരു ഓഫീസിലേക്ക് കയറി ചെന്നിട്ട് പറയുകയാണ്, ഈ നിപ്പയോ അതുപോലെ ഈ വല്ലാത്തൊരു അവസ്ഥയുള്ള സമയത്ത് അവിടെ നിന്ന് എല്ലാവർക്കും വിളിച്ചിട്ട് നിങ്ങൾ പേടിക്കരുതിട്ടോ, അത് ചെറുത്തിട്ടോ ഇത് ചെറുതിട്ടോ എന്നിങ്ങനെ പറയണം. ജനങ്ങളുടെ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ ഇവിടുന്ന് ഫോൺ ചെയ്യണം, ഫോൺ ചെയ്യൽ കുറവാണ്, ഇവിടുന്ന് ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു. MLA എന്നുള്ള നിലയിൽ നമ്മളും ജനങ്ങളോട് സംസാരിക്കാമല്ലോ, അല്ലാതെ തന്നെ ആളുകൾ സംസാരിക്കുന്നുണ്ടല്ലോ. അതിവിടെ ഇരുന്ന് സംസാരിക്കാൻ ഒരു 3-4 ആളെ വിളിക്കാൻ പറഞ്ഞാൽ അങ്ങനെ വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിക്കാൻ ആളുകൾക്കിടെ നമ്മൾ ആരോഗ്യവകുപ്പിനോടൊപ്പം നിൽക്കണം എന്ന് പറയാനല്ലേ വിളിക്കുന്നത്, ധൈര്യം കൊടുക്കാനല്ലേ വിളിക്കുന്നത്. ഒരു മണ്ഡലത്തിലെ MLAക്ക് ഒരു കഴിഞ്ഞ ഇപ്പോൾ വന്ന ഘട്ടത്തിലൊക്കെ അങ്ങനെ വിളിച്ചിട്ടില്ലേ? അപ്പം അത് പ്രയാസം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് നിവൃത്തിയില്ല. നമ്മൾ 3-4 കാര്യങ്ങൾ, സംശയമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു, കലക്ടറോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ കൺട്രോൾ റൂമിലിരുന്ന് ഒരു 3-4 ആളുകളെ ഒരു MLA ഫോൺ ചെയ്ത് ആത്മവിശ്വാസം നൽകുന്ന പ്രവർത്തനത്തെ എന്തിനു തടയണം? ഇയാൾ അവിടെ ചെന്നിട്ട് അയാൾ ഇരിക്കുമ്പോൾ അവിടെ 3-4 പേർക്ക് വിളിക്കണം, അവർ വിളിക്കണം, ഇയാളുടെ സാന്നിധ്യത്തിൽ വിളിക്കണം. എന്തൊരു അല്പത്തരമാണ് കാണിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. എന്തൽപ്പന! സത്യത്തിൽ അങ്ങനെ ഒരു കോള് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ആ ഒരു കോൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ഒരു മഴയുടെ ഒരു അലർട്ട് വന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അതിഭീകരമായിട്ടുള്ള എന്തെങ്കിലും ദുരന്തം ഉണ്ടാകേണ്ട സമയത്താണ് അത്തരത്തിലുള്ള അലർട്ട് സൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. ഇത് മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ IVRS സന്ദേശങ്ങൾ, എന്തിനാ അതിന്റെ ആവശ്യം? ഒരു മെസ്സേജ് കൊടുത്താൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോളർ ടോണായിട്ട് ഒരു ദിവസം ഒരു തവണ കൊടുത്താൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അയാൾ വീണ്ടും ഇത് ആവർത്തിച്ച് കേട്ട് അയാളെ പേടിപ്പെടുത്തുന്നതിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. സത്യത്തിൽ അവിടെ ചെന്നിരുന്ന് ഈ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ഞാൻ ഇവിടെ ഇരിക്കും, ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ അല്പത്തരം കാണിച്ചത് മുഹമ്മദ് റിയാസിന്റെ വിവരക്കേട് എന്നേ ഞാൻ കണ്ടുള്ളൂ. അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ടതാണ് കരുതിയത്. പക്ഷെ ഇന്ന് മറ്റൊരു വീഡിയോ എന്നെ തേടിയെത്തി. നൽകിയ വാഗ്ദാനം അതേപോലെ പാലിക്കാനാകുമോ എന്നുള്ളതാണ് കേരളം നോക്കുന്ന പ്രശ്നം. ഇപ്പോ UDF സർക്കാർ പറഞ്ഞു സ്ത്രീകൾക്ക് സൗജന്യ യാത്രയായിരിക്കും KSRTC ബസ്സിൽ. അത് KSRTC ബസ്സിൽ എന്നാണ് പറഞ്ഞത്. പിന്നെ KSRTCയുടെ ഇന്ന ബസ് എന്ന് അന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോ ഫലത്തിൽ കേരളത്തിലെ പല പ്രദേശങ്ങളിലും അവിടെയുള്ള സ്ത്രീകൾക്ക് വേറെ വാഹനം പിടിച്ചു പോയി മറ്റു പ്രദേശങ്ങളിൽ പോയി കയറേണ്ടതായിട്ട് വരും സൗജന്യ യാത്ര വേണമെങ്കിൽ. കാരണം അവിടെ ഈ പറയുന്ന ബസ്സില്ല. ഒരുപാട് കേരളത്തിലെ പ്രദേശങ്ങൾ ഇന്നിപ്പോ പറഞ്ഞ കാറ്റഗറി ബസ് ഇല്ലാത്ത പ്രദേശങ്ങളാണ്. അപ്പോൾ അതല്ലാലോ നേരത്തെ നൽകിയ വാഗ്ദാനം. അപ്പൊ ആ വാഗ്ദാനം പാലിക്കാനാകുമോ ഇല്ലേ എന്നുള്ളത് അവർ തന്നെ പറയേണ്ട കാര്യമാണ്. പറയുന്നത് KSRTCയില് ബസ്സില് സൗജന്യ യാത്ര എന്ന് VD സതീശൻ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടത്തി. ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ അത് നടപ്പിലാക്കണം എങ്ങനെ വേണമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് അങ്ങനെയാ പറയുന്നത്. അതായത് KSRTC ബസ്സിൽ എന്നാണ് പറഞ്ഞത്, ഏത് ബസ്സിൽ എന്ന് പറഞ്ഞില്ല. എല്ലാ ബസ്സിലും കൊടുക്കണമെന്നാ പറയുന്നത്. പോസിബിൾ അല്ല എന്ന് എനിക്കും നിങ്ങൾക്കും ഈ കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം. കാര്യം KSRTCക്ക് ലോക്കൽ ബസ് മാത്രമല്ല, ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ട്, ഡീലക്സ് ഉണ്ട്, മറ്റു പല ബസ്സുകളും ഉണ്ട്. സാധാരണ ലോക്കൽ ബസ്സുകളിൽ മാത്രമേ പറ്റുള്ളൂ, യാത്ര പോകാൻ പറ്റൂ. ഇവിടെ പിണറായി വിജയന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ലോക്കൽ ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി വണ്ടി വിളിച്ച് ലോക്കൽ ബസ് ഉള്ള സ്ഥലത്ത് പോകണം, എന്നിട്ട് സൗജന്യ യാത്ര നടത്താൻ വേണ്ടി അങ്ങനെ കയറണം. ഇതാണ് പറയുന്നത്. ആരാണ് ഇതൊക്കെ നിർത്തിയത്? ആരത് നിർത്തിയത്? ഈ ലോക്കൽ ബസ്സുകളൊക്കെ നഷ്ടം എന്ന് പറഞ്ഞ് നിർത്തിയതാരാ? പിണറായി സർക്കാർ തന്നെയല്ലേ. നഷ്ടത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നഷ്ടം നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണോ ജനങ്ങളുടെ സേവനം എന്ന് പറയുന്നത്, സർവീസ് എന്ന് പറയുന്നത്? അങ്ങനെ നഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ സർക്കാർ നികത്തണം. സർക്കാർ നികത്തിയിട്ട് 4 പേരെ ഉള്ളൂ എന്നുണ്ടെങ്കിലും ആ 4 പേർക്ക് സഞ്ചരിക്കണം. അത് സഞ്ചരിക്കാനുള്ള സൗകര്യം ഈ സർക്കാർ ചെയ്തു കൊടുക്കേണ്ടതാണ്. ഒരു മേഖല, ഒറ്റപ്പെട്ട ഒരു മേഖലയിൽ ആകെ 2-3 പേര്, 2-3 കുടുംബം താമസിക്കുന്നുണ്ട്. അവർക്കെന്താ വേറെ അങ്ങോട്ട് പോകണ്ടേ? അവർക്കുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു പോളിംഗ് ബൂത്ത് അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. ഒരു വോട്ട് വലുതായിട്ടല്ലേ? അത് അവരുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സകല പോളിംഗ് മെഷീനും സകല പോളിംഗ് ഉദ്യോഗസ്ഥരും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് മല കയറുന്നുണ്ടല്ലോ നിങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
അതുപോലെ തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും നിങ്ങൾ ബാധ്യസ്ഥനല്ലേ. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അത്തരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ജനങ്ങളുടെ സൗകര്യങ്ങളൊക്കെ തല്ലിക്കെടുത്തിയത് പിണറായി സർക്കാർ തന്നെയല്ലേ, താങ്കൾ തന്നെയല്ലേ, സഖാവ് പിണറായി വിജയൻ തന്നെയല്ലേ, അല്ലെങ്കിൽ താങ്കളുടെ മന്ത്രിസഭ തന്നെയല്ലേ? കെ.പി. ഗണേഷ്കുമാറിനും അതിന് പങ്കില്ലേ? ആ ബസ്സുകളൊക്കെ ലാഭത്തിന്റെ കണക്ക് പറഞ്ഞു, ലാഭമില്ല എന്ന് പറഞ്ഞിട്ട് സർവീസ്, ജനങ്ങൾക്ക് കൊടുക്കേണ്ട സർവീസ് മേഖല പോലും ആ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് ലാഭമില്ല എന്ന് പറഞ്ഞു വെച്ചപ്പോ ഇവിടെ സംസാരിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വേറൊരു വിഷയം. പക്ഷെ എന്നിട്ടാണ് ഇത് യാതൊരു നാണവും മാനവും ഉളുപ്പുമില്ലാതെ ഇപ്പൊ ഇരുന്ന് ഈ വർത്താനം പറയുന്നത്. അവിടെ ബസ്സില്ല അത്ര. ഇനി വാഗ്ദാനങ്ങൾ പാലിച്ചത്, വി ഡി സതീശന്റെ വാഗ്ദാനം പാലിച്ച കഥയും പിണറായിയുടെ വാഗ്ദാനം ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു തരാം. വി ഡി സതീശൻ ഇവിടെ ഈ വാഗ്ദാനം പാലിച്ചത്, ഇത് നേരത്തെ തന്നെ ഡിഫറെന്റ് ആംഗിൾസ് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. ഇത് കേരളത്തിൽ പോസിബിൾ അല്ല, പക്ഷേ സൗജന്യം കൊടുക്കുന്നെങ്കിൽ കേരളത്തിലെ ലോക്കൽ ബസ്സുകളിൽ സൗജന്യം കൊടുക്കുക. ഗ്രാമ വണ്ടി എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്, അതിന് സൗജന്യമാണെന്നേ. അത് നിങ്ങളുടെ പഞ്ചായത്തിൽ ഒരു വണ്ടി വാങ്ങിയിട്, അല്ലെങ്കിൽ ഒരാൾ സ്പോൺസർ ചെയ്യാൻ പറ. ഇതൊക്കെ തന്നെയാണല്ലോ. ആ രാഹുൽ മാങ്കുട്ടത്തിലുണ്ടല്ലേ 10-20 വീട് പാലക്കാട് വെച്ച് കൊടുക്കുന്നുണ്ട്, സ്മൈൽ എന്ന് പറഞ്ഞൊരു പദ്ധതിയിൽ. അതെങ്ങനെ ഇപ്പൊ അത് രമേശ് പിഷാരടിയാണ് കൊണ്ടുപോകണമെന്നാണ് കേട്ടത്. അതുപോലുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു സ്പോൺസർ ഉണ്ടാക്കി വെക്ക്. മന്ത്രി പറഞ്ഞല്ലോ ഒരു സ്പോൺസറെ പറ്റുന്നുണ്ടെങ്കിൽ സംഘടിപ്പിക്കാൻ. അതൊന്നും പറ്റില്ലല്ലോ. അപ്പോ ഉള്ള വണ്ടി റദ്ദ് ചെയ്തു. എന്നാൽ നിലവിലുള്ള ലോക്കൽ വണ്ടികളിലൊക്കെ സൗജന്യമായിട്ട് യാത്ര ചെയ്യട്ടെ എന്ന് വെച്ചാൽ ആ ഉള്ള സ്ഥലത്ത് ഒരു യാത്ര ചെയ്യട്ടെ. അതൊരു കിട്ടലല്ലേ. ഇതുവരെ ഇല്ലാതിരുന്ന ഒരു സംവിധാനത്തെ ഉണ്ടാക്കി കൊടുത്തല്ലേ. എന്നാൽ ഇതുവരെ അത്യാവശ്യമായിട്ടുള്ള സംഗതിയെ തിരിഞ്ഞു നോക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനവും അത് കഴിഞ്ഞിട്ടുള്ള വാഗ്ദാനവും പറഞ്ഞ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഇരുന്ന് ഡയഗോൾ അടിക്കുന്നതാണ് ഏറ്റവും സങ്കടം. ഒരു ഡയഗോൾ ഉണ്ട്, 10 വർഷം മുമ്പുള്ളതാ. അധികാരത്തിൽ കയറിയ ഉടനെ സഖാവ് പിണറായി വിജയൻ ഒരു ഡയലോഗ് അടിച്ചു, ഓരോ ഫയലും ഓരോ ജീവിതമാണ്. പറഞ്ഞില്ലേ, ഓരോ ഫയലും ഓരോ ജീവിതമാണ്. സെക്രട്ടറിയേറ്റിൽ നിന്നല്ല ഓഫീസുകളിൽ ഇങ്ങനെ കെട്ടിക്കിടന്നാൽ, ഇത് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അത് അവരുടെ പ്രശ്നമാണ്, അത് നീങ്ങില്ല. അതുകൊണ്ട് തന്നെ 3 മാസത്തിനുള്ളിൽ ആ ഫയലുകൾ ഞങ്ങൾ തീർപ്പാക്കുമെന്ന് പറഞ്ഞു. ആ 3 മാസത്തിന് ശേഷം 10 കൊല്ലം ഈ കേരളം ഭരിച്ചില്ലേ സഖാവ് മിസ്റ്റർ പിണറായി, ഭരിച്ചില്ലേ? എന്നിട്ട് എത്ര ഫയൽ നീങ്ങി? ഫയൽ വല്ലതും നീങ്ങിയോ? എന്തുകൊണ്ടാണ് ഫയൽ നീങ്ങാത്തത്? എന്തുകൊണ്ടാണ് കെട്ടിക്കിടക്കുന്നത്? ഈ സർക്കാർ ഓഫീസുകളിൽ മറ്റിടങ്ങളിലൊക്കെ കൃത്യമായി വളരെ വേഗത്തിൽ, കാര്യം ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയാണല്ലോ ജനങ്ങൾ അപേക്ഷ കൊടുത്ത് അല്ലാതെ കയറി ഇറങ്ങി നടക്കുന്നത്, ഓഫീസിൽ കയറി ഇറങ്ങി നടക്കേണ്ടത്. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട പണിയാണല്ലോ ഈ ജനങ്ങൾ ചെയ്യുന്നത്. കാര്യം അവർക്ക് ആവശ്യമായ രേഖകൾ കൊടുക്കേണ്ടത് ഈ ഉദ്യോഗസ്ഥരാ. അത് കൊടുക്കേണ്ട സ്ഥാനത്ത് ഇവർ അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോവാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് തന്നെയല്ലേ ഉള്ളത്. ഇവർ അങ്ങോട്ടും പാഞ്ഞ് ഇങ്ങോട്ടും പാഞ്ഞ് ഇതെല്ലാം ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അതൊരു ചുവപ്പ് നാട കെട്ടി അവിടെ മൂലയ്ക്ക് വെക്കും. ഒന്നുകിൽ കെട്ടുകൾ കൊണ്ടുവന്ന് കയ്യിൽ വെച്ചു കൊടുക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും മേലെന്ന് വിളിച്ചു പറയണം, അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് സൗകര്യം എളുപ്പം ഇങ്ങനെ അങ്ങ് പോകും. ഒരു ഓഫീസിൽ നിന്ന് പോയാൽ അടുത്ത ഓഫീസ്, അതിൽ നിന്ന് പോയാൽ അടുത്ത ഓഫീസ്, അതിൽ നിന്ന് പോയാൽ അടുത്ത ഓഫീസ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇല്ലേ? ഈ ഉള്ളപ്പം തന്നെ ഒരു കൊല്ലം പിന്നാലെ നടന്നില്ല. ഞാൻ കർണാടകയിൽ പോയി എന്റെ കമ്പനി തുടങ്ങി. 3 ദിവസം കൊണ്ട് കമ്പനി ഓപ്പൺ ആയി. 1 മാസത്തിനുള്ളിൽ അക്കൗണ്ട് ഓഫീസ് എല്ലാം പൂർത്തിയായി. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ കേരളത്തിൽ 1 കൊല്ലം പിന്നാലെ നടന്നില്ല. ഇതാണ് കേരളത്തിലെ പിണറായി കാലത്തെ അവസ്ഥ. കേരളത്തില് ഖജനാവിലേക്ക് വരുമാനം കിട്ടുന്നതിന്റെ കാര്യം ഞാൻ ഈ പറഞ്ഞപ്പോൾ അതിങ്ങനെയാണ് പെരുമാറിയെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള സാധാരണക്കാരുടെ ഫയലുകളുടെ കെട്ടിക്കിടക്കുന്ന കാര്യം പിണറായി എന്ന് പറഞ്ഞിരുന്നത്. ആ ഫയലുകൾ 10 വർഷം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോഴും അങ്ങനെ തന്നെ. അതിന് വി ഡി സതീശൻ ഒരു തുമ്പുണ്ടാക്കിയത് പിണറായി അറിഞ്ഞിരുന്നോ? അതായത് ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഓഫീസിലൊക്കെ കൃത്യമായ വിവരങ്ങൾ അപ്പം തന്നെ എത്തണം. അത് നിശ്ചിത സമയത്തിനുള്ളിൽ അത് അക്സെപ്റ്റ് ചെയ്തിരിക്കണം, വർക്ക് കഴിഞ്ഞിരിക്കണം എന്നുള്ളത്. ഇത് ഈസി ആയിട്ട് നടപ്പിലാക്കാൻ കഴിയുന്നതല്ലേ? ഇത്രയ്ക്ക് മനോഹരമായ സംവിധാനങ്ങളും ഉള്ളപ്പോ, ഇന്റർനെറ്റ് സംവിധാനങ്ങളും മറ്റു സംവിധാനങ്ങളും എല്ലാം ഉള്ളപ്പോ കൈക്കൂലിക്കും കോഴയ്ക്കും നോക്കുകൂലിക്കും വേണ്ടിയിട്ട് ഇതിട്ട് തട്ടിക്കളിച്ചതാരാ? നിങ്ങൾ തന്നെയല്ലേ? അപ്പൊ ആ ഫയലിന്റെ 10 വർഷത്തിന് മുമ്പുള്ള വാഗ്ദാനം എങ്ങോട്ട് പോയി? എന്തെല്ലാം ചെയ്യാമായിരുന്നു? അപ്പൊ അതൊന്നും ചെയ്തില്ല. അതൊന്നും ചെയ്യാതാണ് ഇങ്ങനെ ഇരുന്ന് തള്ളുന്നത്. അവര് ചെയ്യട്ടെ. അവർ കയറിയിട്ട് കുറച്ചൊക്കെ കൊടുത്തല്ലോ. ഇപ്പൊ കയറിയിട്ട് 1 മാസം പോലും തികഞ്ഞിട്ടില്ലല്ലോ. അവരെ വാഗ്ദാനങ്ങള് പലർക്കും ശമ്പള വർധന അടക്കമുള്ള കാര്യങ്ങൾ കൂട്ടാമെന്ന് പറഞ്ഞത് കുറേശ്ശെ കൂട്ടുന്നു. ഖജനാവില് അട്ടിയടിക്ക് വെച്ചിട്ടാണല്ലോ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയത്. ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് കൂട്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓരോന്ന് നടക്കും. 5 കൊല്ലം അവർ മര്യാദയ്ക്ക് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ അവർ ഉള്ളതെന്നൊക്കെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. ഉള്ളതുപോലെ അവർ കൊടുക്കുന്നുണ്ടല്ലോ. അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ആദ്യത്തെ ഒരു 2-3 ആഴ്ച ഇപ്പോൾ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ കഴിയുന്നത്ര അവർ കൊടുത്ത് തുടങ്ങിയിട്ടില്ലേ? ആ വാഗ്ദാനങ്ങൾ അവർക്ക് ഓർമ്മയുണ്ടല്ലോ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്നും ഓർമ്മയുണ്ടല്ലോ. അത് തന്നെ ഒരു ഓർമ്മയല്ലേ? എന്നാൽ അതുപോലെ എത്ര വാഗ്ദാനങ്ങളാണ് മിസ്റ്റർ പിണറായി നിങ്ങൾ സർക്കാർ മറന്നുപോയത്? അവർ ഭരിക്കട്ടെ, അവർ ചെയ്യട്ടെ. 10 വർഷം നിങ്ങൾ ഇരുന്ന് അർമാദിച്ച് ഭരിച്ചല്ലേ. ഇപ്പൊ KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന് പറഞ്ഞു. ആ സൗജന്യ യാത്ര ഇപ്പൊ തൽക്കാലം ഫണ്ടും മറ്റു കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര. നാളെ ഇനി ഫണ്ട് വരട്ടെ എന്ന്. ഇവിടെ വ്യവസായ കേരളമാകുമ്പോൾ നിങ്ങളൊന്ന് കൊടി പിടിച്ചത് പൂട്ടിക്കാഞ്ഞാൽ മതി. ഇവിടെ
നല്ല രീതിയിൽ ഫണ്ട് വന്ന് സർക്കാർ ലാഭത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും സർവീസ് മേഖല നമുക്ക് സൗജന്യമായിട്ട് കൊടുക്കാന്നേ. അതിലേക്ക് അങ്ങോട്ട് എത്തിക്കാനല്ലേ ശ്രമിക്കേണ്ടത്. അല്ലാതെ മുളയിലെ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ആവശ്യമില്ലാത്ത വർത്താനം പറയുന്ന നാണക്കേടല്ലേ മിസ്റ്റർ പിണറായി? 10 കൊല്ലം നിങ്ങൾ ഭരിച്ചൊരു മുഖ്യമന്ത്രിയല്ലേ? ഈ ഭരണത്തിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞ ആളല്ലേ? Different angles. Don't forget to subscribe and support this channel.